1947 ആഗസ്റ്റ് 15 ഭാരതീയരെ സംബന്ധിച്ച് പുനർജന്മത്തിന്റെ ആരംഭമായിരുന്നു. കച്ചവടത്തിനായി വന്ന് ഭാരതത്തിന്റെ ഭരണം പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ജീവിതം. സ്വന്തം നാട്ടിൽ അടിമയായി ജീവിക്കേണ്ടി വന്നപ്പോൾ ഓരോ ഭാരതീയനും അവന്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടു. അവന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ കല്ലെരിയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പ്രതികരിച്ചു. പലയിടത്തും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പലവരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. പലരും രക്തസാക്ഷികളായി. സമരങ്ങൾ ശക്തമായി. അഹിംസയുടെ പടവാളേന്തി ഗാന്ധിജിയും ആ തോളോട് തോൾ ചേർന്ന് ചാച്ചാജിയും നേതാജിയും വല്ലഭായ് പട്ടേലും ഗോപാലകൃഷ്ണ ഗോഖലെയും അങ്ങനെ അനേകം നേതാക്കളും അനേകം ദേശസ്നേഹികളും അവർ ചിന്തിയ ചോരയുടെയും അവരുടെ ത്യാഗത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നാടിനു വേണ്ടി ജീവൻ ത്യജിച്ച അധീര ദേശാഭിമാനികൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് കുനിക്കാൻ പ്രണാമം അർപ്പിക്കാം. കൂട്ടുകാരെ, അടിമത്തത്തിന്റെ കൈപ്പറയാത്തത് കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വിലയും നാം മനസ്സിലാക്കുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കേണ്ടവരാണോ നമ്മൾ? ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? പരസ്പരം പടവെട്ടുന്നു, പരസ്പരം കൊന്നെടുക്കുന്നു. ഇങ്ങനെ കലഹിച്ച് വഴിപിരിയേണ്ടവരാണോ നമ്മൾ? നമ്മുടെ നാടിന്റെ ഐക്യവും സമൃദ്ധിയും പുരോഗതിയും അതാവണം നമ്മുടെ ലഹരി, അതാവട്ടെ നമ്മുടെ ലഹരി. ഏവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.